പരിപ്പ് വടയും പാളയംകോടൻ പഴവും കട്ടൻ കാപ്പിയും ഒരു കോമ്പിനേഷനാണ്. ഇതിഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കമ്മിറ്റികളിൽ പരിപ്പ് വടയും പാളയംകോടൻ പഴവും കട്ടൻ കാപ്പിയും നൽകാറുണ്ട്. പഴയകാല ഭവന പ്രാർത്ഥനകളിൽ ക്രൈസ്തവർ പരിപ്പ് വടയും പാളയംകോടൻ പഴവും കാപ്പിയോ ചായയോ നൽകുന്ന ഒരു രീതി മധ്യ തിരുവിതാംകൂറിലെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. പാളയംകോടൻ പഴവും ക്രിസ്ത്യാനികളും തമ്മിൽ എന്താണ് ബന്ധം? കേരളത്തിലെ ഏറ്റവും ജനപ്രിയവും സാധാരണക്കാരുടെ പ്രിയപ്പെട്ടതുമായ വാഴപ്പഴങ്ങളിൽ ഒന്നാണ് പാളയംകോടൻ പഴം. ഇതിനെ ചിലയിടത്ത് മൈസൂർ പൂവനെന്നും മറ്റു ചിലയിടത്ത് ചെറുപഴമെന്നും തമിഴ്നാട്ടിൽ മലൈ വാഴപ്പഴം എന്ന പേരിലും അറിയപ്പെടുന്നു. പാളയംകോടൻ പഴത്തിൻ്റെ പേരിന് പിന്നിൽ രണ്ട് അഭിപ്രായങ്ങളാണ് പ്രബലമായുള്ളത്. ഒരഭിപ്രായം ഇങ്ങനെയാണ്: പാളയം എന്നാൽ സൈനിക ക്യാമ്പ് അഥവാ പട്ടാളത്താവളം എന്നാണ് അർത്ഥം. മൈസൂർ പടയോട്ടത്തിൻ്റെ കാലത്ത് 18-ാം നൂറ്റാണ്ടിൽ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ സൈന്യം മലബാറിലേക്ക് പടയോട്ടം നടത്തിയ കാലത്താണ് ഈ പഴയിനം കേരളത്തിലേക്ക് പ്രധാനമായും എത്തുന്നതെന്നാണ് ഒരഭിപ്രായം. സൈനികരുടെ ഭക്ഷണം ദീർഘദൂര യാത്രകളിൽ പെട്ടെന്ന് കേടായി പോകാത്തതും പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കുന്നതുമായ ഈ പഴം മൈസൂർ സൈനികർ തങ്ങളുടെ പ്രധാന ആഹാരമായി കൂടെ കരുതിയിരുന്നത്രേ. പാളയങ്ങളിൽ നിന്ന് നാട്ടിൻപുറങ്ങളിലേക്ക് വ്യാപിച്ചതിനാലാണ് ഇത് പാളയംകോടൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നാണ് ഒരഭിപ്രായം. ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും പടയോട്ട കാലങ്ങളിൽ വാഴക്കന്നുകളുമായി തമ്പടിക്കുന്ന സൈനികരെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. തീർത്തും സാധ്യതയില്ലാത്ത ഒരു നിഗമനമാണ് ഇത്. തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിലും തമിഴ്നാട്ടിലും ഈ പഴം കൂടുതലായി അറിയപ്പെടുന്നത് മൈസൂർ പൂവൻ അല്ലെങ്കിൽ മൈസൂർ പഴം എന്ന പേരിലാണെന്നും അഭിപ്രായമുണ്ട്. ഈ പേര് ഈ പഴത്തിന് വന്നത് മൈസൂർ ബന്ധത്തെ കാണിക്കുന്നു. എന്തുകൊണ്ടാണ് പാളയംകോടൻ പഴം ഇത്ര ജനപ്രിയമായത്? കരുത്തുറ്റ പ്രതിരോധശേഷി തന്നെയാണ് പാളയംകോടൻ പഴത്തെ ഇത്ര ജനപ്രിയമാക്കിയതിൻ്റെ പിന്നിലെ പ്രധാന കാരണം. ഏത് മണ്ണിലും വളരും. വലിയ പരിചരണമോ വളപ്രയോഗമോ ഇല്ലാതെ തന്നെ കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും മണ്ണിലും ഇത് സമൃദ്ധമായി വളരുന്നു. കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കും. തൊലിക്ക് കട്ടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകുകയില്ല. പാളയംകോടൻ പഴത്തെക്കുറിച്ചുള്ള ഒരഭിപ്രായം ഇതാണ്. എന്നാൽ മധ്യ തിരുവിതാംകൂറിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരഭിപ്രായം ഈ പഴത്തെക്കുറിച്ചുണ്ട്. ഏകദേശം ഈ അഭിപ്രായം തന്നെയാണ് തമിഴ്നാട്ടിലും നിലനിൽക്കുന്നത് എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. ചെറിയാൻ ജോൺ ചെറുകര എന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിങ്ങനെയാണ്: മലയാളിക്ക് പാളയംകോടൻ പഴം കേവലം ഒരു രുചിയല്ല, മറിച്ച് നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ഒരു വികാരമാണ്. സത്യവട്ടങ്ങൾക്കും ഒടുവിലും വൈകുന്നേരങ്ങളിലെ ചായയ്ക്കും പരിപ്പുവടയ്ക്കും ഒപ്പവും ഒഴിച്ചുകൂടാനാവാത്ത ഈ തമിഴ്നാട്ടുകാരൻ സുരഭില പഴം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെത്തിയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മലയാളിയുടെ പ്രിയപ്പെട്ട ഈ തമിഴ് മണമുള്ള പഴത്തിന് പിന്നിൽ മലങ്കര സഭയിലെ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകനായിരുന്ന പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ്റെ കൗതുകകരമായ ഒരു യാത്രാ ചരിത്രമുണ്ട്. നാട്ടുചരിത്രങ്ങളിലും സഭാരേഖകളിലും സവിശേഷമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം, ഒരു കഥ. അക്കാലത്ത് അബ്രഹാം മൽപ്പാൻ തൻ്റെ സഹോദരപുത്രനായ ശെമ്മാശനെ, പിന്നീട് സഭയുടെ നായകനായി മാറിയ മാത്യൂസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലിത്ത, ഉപരിപഠനത്തിനായി മദ്രാസ് ഇംഗ്ലീഷ് സ്കൂളിൽ, ഇപ്പോഴത്തെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, അയക്കാനായി പാളയംകോട്ടുള്ള മിഷണറിമാരുമായി ബന്ധപ്പെട്ടിരുന്ന കാലമായിരുന്നു. കോട്ടയം പഴയ സെമിനാരിയിലെ അധ്യാപകനായിരുന്ന മൽപ്പാൻ CMS മിഷണറിമാരുമായി അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു. ഈ സഭാപരമായ ആവശ്യങ്ങൾക്കും യാത്രകൾക്കുമിടയിലാണ് അദ്ദേഹം തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്ക് അടുത്തുള്ള പാളയംകോട്ടെ എന്ന പ്രശസ്തമായ മിഷണറി കേന്ദ്രം സന്ദർശിക്കുന്നത്. പാളയംകോട്ടെ സന്ദർശനത്തിനിടയിലാണ് അവിടുത്തെ തോട്ടങ്ങളിൽ സമൃദ്ധമായി
വിളഞ്ഞു നിൽക്കുന്ന വലിപ്പം കുറഞ്ഞതും എന്നാൽ അതീവ മധുരമുള്ളതുമായ ഒരു പ്രത്യേക ഇനം വാഴപ്പഴം മൽപ്പാൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ വാഴ ഇനത്തിൻ്റെ മികച്ച വിളവും മനോഹരമായ രുചിയും ഇഷ്ടപ്പെട്ട അദ്ദേഹം മടങ്ങുമ്പോൾ അവിടെ നിന്ന് കുറച്ച് വാഴക്കന്നുകൾ കൂടെ കരുതി. തൻ്റെ ജന്മനാടായ മാരാമണിലെ പമ്പാ നദിയുടെ തീരത്തുള്ള പാലക്കുന്നത്ത് തറവാട്ടുപറമ്പിലെ ഫലഭൂയിഷ്ടമായ മണ്ണിലാണ് മൽപ്പാൻ അവ നട്ടുപിടിപ്പിച്ചത്. പുഴയോരത്തെ കനമുള്ള മണ്ണിൽ ആ തമിഴ്നാടൻ അതിഥി വളരെ പെട്ടെന്ന് വേരുപിടിക്കുകയും സമൃദ്ധമായി കുലയ്ക്കുകയും ചെയ്തു. അബ്രഹാം മൽപ്പാൻ പാളയംകോട്ടിൽ നിന്നും കൊണ്ടുവന്ന നാട്ടിൽ പ്രചരിപ്പിച്ച പഴമായതുകൊണ്ട് മധ്യ തിരുവിതാംകൂറുകാർ ഇതിനെ ആദ്യം പാളയംകോടൻ പഴം എന്ന് വിളിച്ചു പോന്നു. കാലാന്തരത്തിൽ സംസാര ഭാഷയുടെ തനിമയിൽ അത് പരിണമിച്ച് ഇന്നത്തെ പാളയംകോടൻ, ചിലയിടത്ത് പാളന്തോടനും ആയി മാറി. മാരാമണിൽ നിന്നും പറന്ന ഈ വാഴയിനം പിന്നീട് കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമാവുകയും സാധാരണക്കാരൻ്റെ വിശപ്പടക്കുന്ന ഏറ്റവും ജനപ്രിയ പഴമായി മാറുകയും ചെയ്തു. കേരളത്തിൻ്റെ ആത്മീയ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ മാത്രമല്ല, മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിലും സവിശേഷമായ ഒരു മധുരമുദ്ര പതിപ്പിക്കുവാൻ അബ്രഹാം മൽപ്പാൻ്റെ ആ ഒരു യാത്രയ്ക്ക് കഴിഞ്ഞു എന്നത് ചരിത്രത്തിലെ സുന്ദരമായ യാദൃച്ഛികതയാണ്. അങ്ങനെ അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഈ ചരിത്രത്തിനാണ് സാധ്യത കൂടുതൽ. പാളയംകോട് 18-19 നൂറ്റാണ്ടുകളിൽ വിദേശ മിഷണറിമാരുടെ പ്രമുഖ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇതിന് പ്രാധാന്യം കിട്ടിയില്ല എന്ന ചോദ്യത്തിന് മറുപടിയില്ല. കാരണം 4 അക്ഷരം കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്ത്യൻ മിഷണറിമാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള നാവുകൾ ഉള്ളപ്പോൾ ചരിത്രം ഇനിയും മാറ്റി എഴുതപ്പെടും. പക്ഷേ യാഥാർത്ഥ്യം ഒരിക്കലും കണ്ണടച്ചിരുട്ടാക്കാനാവില്ല എന്നതാണ് സത്യം. ഇനി തമിഴ്നാട്ടിലെ പാളയംകോടൻ പഴത്തിൻ്റെ ചരിത്രം നോക്കാം. തമിഴ്നാട്ടിൽ ഈ പഴത്തിന് മലൈ വാഴപ്പഴം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തിരുനെൽവേലി ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ പാളയംകോട്ടെ പ്രദേശത്ത് ഇത് വ്യാപകമായി കൃഷി ചെയ്തു വന്നു. അക്കാലത്ത് വൻതോതിൽ ഈ പഴം വ്യാപാരം നടന്നിരുന്നതിനാൽ കേരളത്തിൽ ഈ വാഴപ്പഴത്തെ പാളയംകോടൻ എന്നറിയപ്പെട്ടു വന്നു. 1700-1800കളിൽ നായക്കന്മാരും പിന്നീട് ബ്രിട്ടീഷുകാരും കോട്ട കെട്ടിയ ഒരു പ്രധാന കോട്ട നഗരമായിരുന്നു പാളയംകോട്ട. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് കന്യാകുമാരി കേരള പ്രദേശങ്ങളിൽ ഈ പഴത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.